ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണം ഭാഗം 379. ഇന്ന് ജനുവരി മാസം 13-ാം തീയതി 13-ാം ദിനത്തിലെത്തി. പ്രവാചകനായ യെശയ്യാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടിയും ഇടപെടലിനായും കാത്തിരിക്കുക എന്ന ആഹ്വാനം നമ്മൾ ഓരോരുത്തരുടെയും കുഞ്ഞു ജീവിതത്തിൽ ഒന്നും കൂടി ഒന്ന് പുതുക്കിക്കൂടെ എന്നായിരുന്നു ഒരു വലിയ ചോദ്യം. പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കുക എന്ന സ്വർഗാരോഹണ നേരത്തെ യേശുവിൻ്റെ തൻ്റെ ശിഷ്യന്മാരോടുള്ള ആഹ്വാനവും നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടതാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായിട്ട് കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്നും കൽപ്പിച്ചു. വിശുദ്ധനായ ലൂക്കോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ. മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചല്ല ദൈവം പലപ്പോഴും മിക്കപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഒന്ന് ധരിച്ചു വെക്കേണ്ടതാണ്. എല്ലാം അറിയുന്നവന്റെ ജ്ഞാനത്തോടുകൂടി ദൈവം പ്രവർത്തിക്കുമ്പോൾ ക്ഷണികനായ നമ്മൾ ഓരോരുത്തരും, മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് ദൈവ വഴികളെ വ്യാഖ്യാനിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് എന്തൊരു മണ്ടത്തരമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കിന്ന് ആവശ്യം എന്താണ്? പുതുക്കപ്പെട്ട ഒരു ശക്തിയാണ്. വീഴ്ചയിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അനുദിനം പുതുക്കപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകണം. അത് സംഭവിക്കുന്നതിന് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുവാനായിട്ട് സന്നദ്ധമായ ഒരു മനസ്സും ഒരു ജീവിതവും നമ്മളൊന്ന് പരുവപ്പെടുത്തി എടുക്കുന്നതിലാണ്. ഈ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് കേട്ടോ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്നാണല്ലോ പ്രവാചകന്റെ ആഹ്വാനം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ് എന്ന് സാക്ഷ്യം പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ യഥാർത്ഥത്തിൽ ഈ ശക്തിയുടെ രഹസ്യമാണ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ശക്തി ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് എന്നുകൂടി മറക്കരുത്. മറിച്ച് നമ്മളുടെ അവകാശമോ നമ്മുടെ യോഗ്യതയ്ക്ക് കിട്ടുന്ന പ്രതിഫലനോ ആയി അതിനെ കാണാതിരി, മറിച്ച് ദൈവത്തിൻ്റെ ദാനമായിട്ട് കണ്ടു തുടങ്ങുക. ശക്തി അധികാരവുമായി ബന്ധപ്പെടുത്തിയാണ് പലരും കാണുന്നത്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് ശക്തി എന്നത് ദൈവദത്തമായ ഒരു ഗുണവിശേഷണമാണെന്നാണ്. ലോകപ്രകാരമുള്ള അധികാര കസേരകൾ സ്വന്തമാക്കുന്നവരല്ല, ചില മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ശക്തിയുള്ളവർ എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. അപ്പോൾ ലോകപ്രകാരമുള്ള അധികാര കസേരകൾ സ്വന്തമാക്കുവാനായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്ന, അതിനുവേണ്ടി ഊണിലും ഉറക്കത്തിലും സകല നേരവും സകല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. മഹാത്മാഗാന്ധിജിയെ വെറുതെ നോർത്താൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി? ഒരു അധികാര കസേരയും സ്വന്തമാക്കാൻ ശ്രമിക്കാതിരുന്ന ആ മഹാത്മാഗാന്ധി ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ കഴിഞ്ഞ, മൂല്യങ്ങളുടെ അടിത്തറയിൽ ജീവിതത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും അദ്ദേഹത്തിന് കെട്ടുപണി ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ്. തീർച്ചയായിട്ടും മൂല്യബോധത്തോടുകൂടി
ആ ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിപ്പാനായിട്ട് നമുക്കും നമ്മളുടെ ജീവിതത്തെ പാകപ്പെടുത്തിയേ മതിയാവും. ഓരോ പുലരിയും ദൈവം തരുന്ന ദാനമാണെന്നും അതിത്തരം കാര്യങ്ങൾക്ക് കൂടി വിനിയോഗിക്കാനുള്ളതാണെന്നും നമുക്ക് പ്രാർത്ഥനയോടുകൂടി തിരിച്ചറിയാം. ആമേൻ.